ചെമ്മീൻ മാങ്ങ കറി. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. ഈ കറിയിൽ ചെമ്മീനു പകരം ചെറിയ മീനുകളായ നെത്തോലി, കൊഴുവ എന്നിവയൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ മാങ്ങയ്ക്ക് പകരം ഇരുമ്പം പുളിയോ കൊടംപുളിയോ ഉപയോഗിക്കാം. എന്നാൽ പിന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് തേങ്ങ തിരിഞ്ഞതും 6 ചുവന്നുള്ളി, 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് 1 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ എന്നിവയും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കി എടുക്കണം. വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ഏകദേശം 1-1.5 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതിയാകും. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തീ കെടുത്തിയതിന് ശേഷം കുറച്ചു നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. ആദ്യം ഇത് തനിയെ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്ത അരപ്പാണ്. ഇനി ഇതൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിലോട്ട് 3 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ടോട്ടൽ 4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇവിടെ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെമ്മീനും മാങ്ങയും ചേർത്ത് കൊടുക്കാം. ഇത് 250 ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ഇനി ഇതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് പകുതി മുതൽ 1 മാങ്ങ വരെ ഇതിലോട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. കൊഞ്ചു മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്താണ്, ചട്ടിയിലായതുകൊണ്ടാണ് ഇത് പിന്നെയും തിളച്ചുകൊണ്ടിരിക്കുന്നത്. കടുക് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളി ചെറിയ ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയുടെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം. ഈ കറി ഉടനെ സെർവ് ചെയ്യുന്നതിനേക്കാൾ 1-2 മണിക്കൂർ ഇരുന്നതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ രുചി. അപ്പോഴത്തേക്കും എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അമ്മയുടെ സ്പെഷ്യൽ കൊഞ്ചുകറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.